യാത്രകൾ എപ്പോഴും നമുക്ക് ചില വിസ്മയങ്ങൾ ഒരുക്കി വയ്ക്കാറുണ്ട്. പ്രകൃതി തന്നെ രൂപപ്പെടുത്തുന്ന വിസ്മയങ്ങളായിരിക്കും ചിലത്. എന്നാൽ മറ്റു ചിലത് മനുഷ്യനിർമ്മിതവുമാകാം. ഈ അടുത്ത കാലത്ത് മനോഹരമായൊരു വാസ്തു നിർമ്മിതി കാണാനിടയായി. പാലായ്ക്കടുത്ത് കടപ്പാട്ടൂർ ബേസ് 11 കൺവെൻഷൻ സെന്ററിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയതാണ്. 10 ഏക്കർ വിസ്തൃതിയുള്ള കൺവെൻഷൻ സെന്ററിന്റെ സമീപം ഒരു പഴയ വീട്, പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന പ്രകൃതി സൗന്ദര്യം തൊട്ടുരുമ്മി നിൽക്കുന്ന വാസ്തു നിർമ്മിതി. സുമാർ 150 വർഷം പഴക്കം വരുന്ന ഈ വീട് കൺവെൻഷൻ സെന്ററിന്റെ ഭാഗമാണിപ്പോൾ. കേരളത്തിലെ പൈതൃക മന്ദിരങ്ങളിൽ പൊതുവെ കാലാതീതമായ വാസ്തുവിദ്യയുടെയും സംസ്കാരത്തിന്റെയും മകുടോദാഹരണങ്ങളാണ്. ഓരോ തരം വീടിനും അതിൻ്റെതായ തനിമയും ചരിത്രവും ഉണ്ടാകും. 4 കെട്ട് 8 കെട്ട് തുടങ്ങിയ ഗൃഹനിർമ്മാണ രീതികൾ കേരളീയ വാസ്തുശൈലിയുടെ ശേഷിപ്പുകൾ. ഈ വീട് സാധാരണ ഓടുമേഞ്ഞ മേൽക്കൂരയും തടിയിൽ തീർത്ത മച്ചും കിണറും അടങ്ങിയ ഒരു പരമ്പരാഗത കേരളീയ ഭവന മാതൃകയാണ്. ഇതിന്റെ പ്രധാന ആകർഷണം ചുവന്ന നിറത്തിലുള്ള ഓടുകൾ അടിച്ചു നിറഞ്ഞ മേൽക്കൂരയാണ്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ചരിഞ്ഞാണ് നിർമ്മാണം. മേൽക്കൂരയ്ക്ക് താഴെയുള്ള തടിയിൽ തീർത്ത മച്ച് വീടിന് തണുപ്പുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യും. തടിയിൽ നിർമ്മിച്ച ഈടുറ്റ ജനൽവാതിലുകളും ഫർണിച്ചറുകളുമാണ് ഇവിടെയുള്ളത്. മുറ്റത്തെ കരിങ്കൽ വിരിച്ച കിണറും ചുറ്റും പച്ച വിരിച്ച് തളിരിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളും പട്ടുപോലുള്ള പുൽത്തകിടിയും വൃത്തിയും വിശാലതയുമുള്ള നടപ്പാതയുമൊക്കെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. കാലമേറെയായെങ്കിലും കാലപ്പഴക്കം തോന്നിക്കാതെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ ഭവനം പൊതുപരിപാടികൾക്കും മറ്റും വാടകയ്ക്ക് നൽകാറുണ്ട്. ഇനി പാലാ വഴി യാത്ര ചെയ്യുമ്പോൾ ബേസ് 11 കൺവെൻഷൻ സെന്ററിന്റെ സമീപമുള്ള ഈ വാസ്തു വിസ്മയം കൂടി